ഒടുവിൽ ട്രംപ് സമ്മതിക്കുന്നു. ട്രംപ് ഇറാന്റെ ഉപാധികൾക്ക് വഴങ്ങുന്നു. ഹോർമുസ് തുറക്കണം എന്ന ഒരൊറ്റ വ്യവസ്ഥയുടെ പേരിൽ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിലേക്ക് ട്രംപ് പോവുകയാണ്. ഇന്നലെ രാത്രി വരെ ലോകം മുൾമുനയിലായിരുന്നു. ഇറാനെ തീർക്കും, അവരുടെ നാഗരികതയൊക്കെ നശിപ്പിക്കും, അവരെ ഇല്ലാതാക്കും, ഓരോ ഇറാൻ പൗരന്മാരെയും കൊന്നൊടുക്കുമെന്നൊക്കെ വെല്ലുവിളിച്ച ട്രംപ് വളരെ പെട്ടെന്ന് പാകിസ്ഥാനെ കൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു, അത് സമ്മതിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അത് ഇറാൻ അംഗീകരിച്ചതോടെ ഇനി ഉടൻ 2 ആഴ്ചത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ലോകരാജ്യങ്ങൾ അമ്പരന്ന് പോയി. കാരണം ട്രംപ് ഇത്തരം നിലപാടുകൾ മാറ്റുന്ന ആദ്യമായല്ല. ഇന്നലെ രാത്രി മുതൽ ഇറാനെ ആക്രമിച്ചില്ലാതാക്കുമെന്ന് പറഞ്ഞ നേതാവ് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മാത്രം നിലപാടിൽ നിന്ന് പുറകോട്ട് മാറുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഏതായാലും കർശന ഉപാധികളോടെയാണ് വെടിനിർത്തലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ട്രംപ് അറിയിക്കുന്ന പശ്ചാത്തലമാണ്. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്താൻ പാക് നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നു. ഹോർമുസ് തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആക്രമണം നിർത്താമെന്ന് ട്രംപ് പറയുന്നു. തുടർന്ന് ഇറാൻ സമ്മതിക്കുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇതിപ്പോൾ നമുക്ക് ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ചില കരാറുകളാണ്. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ട്രംപിൻ്റെ നിലപാട് മാറ്റങ്ങൾ സ്ഥിരമായി സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്നലെയും നമ്മളത് പ്രതീക്ഷിക്കണം. കാരണം ഇറാനെ അത്ര വേഗം ആക്രമിച്ച് തീർക്കുക എന്നുള്ള എളുപ്പമായ കാര്യമല്ല. പ്രത്യേകിച്ചും സാമ്പത്തികമായും ആയുധപരവുമായൊക്കെ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണം വലിയ തോതിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി? രഞ്ജിത്ത്, ഇറാനെ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കുക, അതും ട്രംപ് പറയുന്നത് പോലെ ഒറ്റ രാത്രി 4 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്നുള്ളത് അത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ഇറാൻ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ അത് ഒരിക്കലും സാധ്യമല്ലായിരുന്നു. ട്രംപ് ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ സമയത്തിന് കൃത്യം 1.5 മണിക്കൂർ മുൻപാണ് ഒരു വെടിനിർത്തൽ US പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. ഇതിൽ ട്രംപ് എടുത്തു പറയുന്നത് പാകിസ്ഥാന്റെ പങ്കാണ്. പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ അമേരിക്ക തുടങ്ങുന്നതിന് മുൻപ് US-നോട് ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. അതായത് അമേരിക്ക ഇറാന് നൽകിയിട്ടുള്ള സമയപരിധി അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു. US-നും ഈ നിർദ്ദേശം അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് തന്നെ ഔദ്യോഗികമായി വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനോടും ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറിനോടും താൻ സംസാരിച്ചു. ഇത് അനുസരിച്ച് ഇറാനിൽ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ താൻ അംഗീകരിക്കുന്നു. ഇത് ഇരുപക്ഷവും അംഗീകരിച്ചുള്ള ഒരു നിലപാടാണ്. ഈ ഒരു കാലയളവിൽ ഇറാനെ ആക്രമിക്കില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ താൻ ഈ ഒരു വ്യവസ്ഥ അംഗീകരിച്ചത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കും എന്ന് പറഞ്ഞതിനെ തുടർന്നാണെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം ട്രംപ് എടുത്തു പറയുന്ന അമേരിക്കയുടെ ചില അവകാശവാദങ്ങൾ കൂടിയുണ്ട്. അതായത് US ഈ ലക്ഷ്യത്തിൽ അവർ ഉദ്ദേശിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഫലം കണ്ടു, ഇത് പൂർണ്ണമായിട്ടും US-ന്റെ വിജയമാണെന്ന് ട്രംപ് പറഞ്ഞു. അതിന് പിന്നാലെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നും ഈ യുദ്ധത്തെ സംബന്ധിച്ച് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത് ഈ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ അതിൽ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ട്രംപ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു 10 നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങൾ അത് ഇനി തുടർന്ന് ഇറാനുമായി നടത്തുന്ന ചർച്ചയിൽ ഇനി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള പല വ്യവസ്ഥകളും അത് മുൻപ് തന്നെ അംഗീകരിച്ചതാണ്. ഇനി മുന്നോട്ട് പോകുന്ന ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനമാകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിൽ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുമെന്നും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് തന്നെ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ട്രംപ് ഈ പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം നൽകിയത്. അതായത് പാകിസ്ഥാന്റെ ഈ ചർച്ചകൾക്കുള്ള മധ്യസ്ഥത വഹിച്ചുള്ള പങ്കിന് ആദ്യം തന്നെ ഇറാൻ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം അമേരിക്കയുടെ ഒരു 15 ഉപാധികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തീർച്ചയായും അജയ്, അത് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഏതാണ്ട് വെടിനിർത്തൽ എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ ട്രംപിന്റെ വെടിനിർത്തൽ ചരിത്ര വിജയമെന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. US-ന്റെ
ഇറാന്റെ മുഴുവൻ ആവശ്യങ്ങളും US അംഗീകരിച്ചു. അത് വലിയ വിജയമാണെന്ന് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചുവെന്നും ഒപ്പം ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്ന മുന്നറിയിപ്പുമാണ് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഉണ്ടാകുന്നത്. അതായത് യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് അവരുടെ പരമോന്നത നേതാവ്, അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല, റഷ്യയിലാണെന്ന് ഉള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ട്. മൊജ്തബ ഖമേനി യുദ്ധം നിർത്തിയിട്ടില്ല എന്ന അർത്ഥം വരുന്ന ചില പ്രസ്താവനകൾ നടത്തി എന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കൈവിരൽ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെയാണ് എന്നാണ് മൊജ്തബയുടെ പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത്. ശത്രു എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകും എന്നും മൊജ്തബ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം ഈ പുതിയ സാഹചര്യത്തിൽ നിർണായകമാണ്. കാരണം വെടിനിർത്തലുണ്ട്, യുദ്ധം നിർത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കാര്യങ്ങൾ, ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇറാന്റെ നിലപാട് അത് തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. തങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്, തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ശാശ്വതമായ സമാധാനമുണ്ടെങ്കിൽ മാത്രം തങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് മറ്റുമായിരുന്നു. ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇറാൻ. അത് അമേരിക്ക എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ആക്രമിക്കാതിരിക്കണം, ഞങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രം. അങ്ങനെയല്ലേ അജയ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. അത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും അവരുടെ നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ വാക്കുകളിൽ നിന്നാണെങ്കിലും വ്യക്തമാണ്. അതായത് അബ്ബാസ് അറക്ചി പറയുന്നത് ഇറാൻ നിലവിൽ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തുറക്കും. ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണവും ഇറാന്റെ പക്കലായിരിക്കും. ഇത് അബ്ബാസ് അറക്ചി എടുത്തു പറയുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു കാലയളവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ള 2 ആഴ്ചത്തെ കാലയളവിൽ എന്തെങ്കിലും ആക്രമണം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇറാൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മുജ്തബ ഖമനയുടെ വാക്കുകളിലുമുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം, തങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല, ശത്രുക്കൾ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ തങ്ങൾക്കെതിരെ നടത്തുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകും, അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ശത്രുക്കൾക്ക് മേൽ ഏൽപ്പിക്കും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഇതിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഒരു നിർദ്ദേശങ്ങൾ, ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾ, ഇവയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. ഈ വരുന്ന 10-ാം തീയതി, അതായത് വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെയും ഇറാന്റെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യും. എന്നാൽ ഇതിൽ തന്നെ പല വ്യവസ്ഥകളും പരസ്പരം കോൺട്രഡിക്ടറി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് US പറയുന്നതല്ല ഇറാൻ പറയുന്നത്, ഇറാൻ പറയുന്നതല്ല US പറയുന്നത്, പല വ്യത്യാസങ്ങളും ഈ പോയിന്റുകൾ തമ്മിലുണ്ട്. ഇത് തന്നെ ഈ ചർച്ചകളിൽ വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വ്യവസ്ഥകൾ പരസ്പരം എതിർചേരിയിൽ നിൽക്കുന്ന ഈ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു വിട്ടുവീഴ്ച നടത്തിയിട്ടുള്ളത് അമേരിക്കയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാന്റെ നേതൃത്വത്തിലാണ് തുറക്കുന്നത്. ഇറാൻ അത് ഈ 2 ആഴ്ച കാലയളവിൽ നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ട്രംപ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ട്രംപ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അമേരിക്ക ഒരു വിട്ടുവീഴ്ച നടത്തിയിരിക്കുകയാണ്. അതായത് ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം ഇറാൻ ആണെന്നുള്ളത് US അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറ്റൊരു വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് ചെറിയൊരു വിജയമുള്ളതായിട്ട് കാണാം. അതായത് ഇറാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം തങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കണം, എന്നാൽ മാത്രം വെടിനിർത്തലുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ നിലപാട് നമുക്കറിയാം, പാകിസ്ഥാൻ ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ ഇറാൻ തുടർച്ചയായി പാകിസ്ഥാനെ തള്ളിപ്പറയുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ വെറും അവരുടെ ഈ എണ്ണയുമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടവുകൾ മാത്രമാണ്, അവർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് മുന്നോട്ട് വെച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഹോർമുസിൽ ഇറാന്റെ സൈന്യത്തോട് തുറക്കുമെന്ന് നാഗരികയിലാക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള വെടിനിർത്തലിലേക്ക് എത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാൻ ഇടപെടുന്നു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് തൻ്റെ ട്വിറ്ററിലൂടെ നടത്തിയ സഹോദരപൂർവ്വമായ അഭ്യർത്ഥന മാനിച്ചു. തങ്ങളുടെ 15 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണമെന്ന വിവരങ്ങളൊക്കെ മുന്നോട്ട് വന്നു. ഹോർമുസ് തുറക്കാമെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ ഇടനില ആണ് പ്രധാനമായത്. ഈ പാകിസ്ഥാൻ എങ്ങനെ ഈ സീനിലെത്തി എന്നുള്ളതും അവർ തന്നെത്താനെ കയറി വരികയായിരുന്നല്ലോ അജയ്. അവർ ഈ സീനിലെത്തുന്നു. ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരെ തള്ളിപ്പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വിജയം എന്ന രീതിയിൽ ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാൻ ഇടപെട്ടാണ് ഇത്തരമൊരു സംഗതി ഉണ്ടാക്കിയത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് സംശയിക്കേണ്ടത് ഈ പാകിസ്ഥാനെ
ഇതിനകത്ത് ഇടപെടുത്തിയത് തന്നെ ട്രംപാണോ എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾക്ക് ഇടനിലക്കാരാക്കിയത് ട്രംപാണോ? കാരണം നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ മുന്നിലെ ഒരു കളിപ്പാവയാണ്. അവർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആയാലും അവിടുത്തെ സൈനിക മേധാവി ആയാലും ഒക്കെ ട്രംപ് പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയുടെ സഹായത്തിലാണ്. അവിടെയാണ് ട്രംപിൻ്റെ കീഴടങ്ങലിന് പാകിസ്ഥാനെ ട്രംപ് ഒരു മീഡിയേറ്റർ ആക്കി എന്നുള്ള ചില വിവക്ഷകൾ കൂടി വരുന്നത്. തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യയിലാണെങ്കിലും പശ്ചിമേഷ്യയിലാണെങ്കിലും അമേരിക്കയുടെ പല ഇടപെടലുകൾക്കും മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. ഇപ്പോൾ മുൻപ് റഷ്യ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയ സമയത്താണെങ്കിലും അമേരിക്ക പാകിസ്ഥാന്റെ സഹായം തേടിയിരുന്നു. അതുപോലെ പിന്നീട് ഈ താലിബാന് നേരെയുള്ള നീക്കങ്ങൾക്ക് പാകിസ്ഥാനെ ഒരു ഇടത്താവളമാക്കിയിരുന്നു അമേരിക്ക. അതുപോലെ പല കാര്യങ്ങൾക്കും പാകിസ്ഥാനുമായിട്ട് മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾ അമേരിക്ക അത് ചരിത്രപരമായി തന്നെ ചെയ്തു വന്നിരുന്നതാണ്. അപ്പോൾ ഇറാനുമായി ഈ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്ക പാകിസ്ഥാൻ വഴി തന്നെയാണ് ഇറാനോട് ചില സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാൻ ആദ്യം ഇത് നിഷേധിക്കുകയായിരുന്നു. അതായത് ട്രംപ് ആദ്യം സൂചിപ്പിച്ചത് ചില പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്നതാണ് അമേരിക്ക പറഞ്ഞത്. എന്നാൽ ഇറാൻ ഇക്കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ഇത് ഒരു രാജ്യവും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇറാൻ നേരിട്ട് ഒരു ചർച്ചകളും നടത്തുന്നില്ല, തങ്ങളുടെ ചില സുഹൃത്ത് രാജ്യങ്ങൾ വഴി അമേരിക്ക ചില സന്ദേശങ്ങൾ അയക്കുക മാത്രമാണ് ചെയ്തത്, തങ്ങൾ ഇതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയത്. അപ്പോൾ ഇതിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഒരു നേരിട്ടുള്ള ചർച്ചകൾക്ക് അവർക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും ഒരു ദൂതനായിട്ടാണ് പാകിസ്ഥാൻ ഇവിടെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാനാകും. അതായത് ഇപ്പോൾ ആ കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ നിലവിൽ അവർ ഒരു വിജയം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഇതിൽ പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ പോലെ ഉള്ള സാഹചര്യമല്ല പാകിസ്ഥാനിൽ ഈ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി, അതുപോലെ ഈ മറ്റ് ഈ പാചകവാതക പ്രതിസന്ധി, ഇതെല്ലാം പാകിസ്ഥാനുള്ളിൽ വന്നപ്പോൾ അവർ കടുത്ത നടപടികൾ തന്നെ സ്വീകരിച്ചിരുന്നു. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അത് നിയന്ത്രിക്കുന്നു. അതുമാത്രമല്ല എല്ലാ ജീവനക്കാരും പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് എല്ലാ ആളുകളും ഈ സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യണം, ഇങ്ങനെ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി നിയന്ത്രിക്കണം എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. പെട്രോൾ വില ഏതാണ്ട് 50% വർദ്ധിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധി രാജ്യത്തിനകത്ത് ഉണ്ടായാൽ അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആശങ്ക പാകിസ്ഥാനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും വേഗം പറഞ്ഞു തീർത്ത് ഇതിനൊരു പരിഹാരം കണ്ടാൽ മാത്രമേ, ഹോർമുസ് തുറന്നാൽ മാത്രമേ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ നിറവേറി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമ്മർദ്ദം കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഒപ്പം അജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. അതിലേറ്റവും പ്രധാനം, നമുക്കറിയാം അമേരിക്ക എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ളത്, ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തണമെന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അത് തുടരുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഉപരോധങ്ങൾ, അമേരിക്ക ഇറാനെതിരെ ലോകരാജ്യങ്ങൾ ഉണ്ടാക്കിയ ഉപരോധങ്ങൾ നിരവധിയുണ്ട്. അത് പൂർണ്ണമായും മാറ്റണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതും അമേരിക്ക സമ്മതിച്ചു എന്ന് വേണം കരുതാൻ. ഒപ്പം ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾക്ക് നൽകണം, തങ്ങളാകും നിയന്ത്രിക്കുക എന്ന് ട്രംപ് പലപ്പോഴും വീരവാദം അടിക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ ഹോർമുസ് ഞങ്ങളുടെ സേനയായിരിക്കും തുറക്കുക, ഞങ്ങളുടെ സേന നിയന്ത്രിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. ഒപ്പം ആ മേഖലയിൽ നിന്ന് അമേരിക്ക സേന പൂർണ്ണമായും പിന്മാറണം. തങ്ങൾക്ക് നേരെയും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയും, ഇപ്പോൾ ലെബനോൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണം പൂർണ്ണമായും അമേരിക്കയും സഖ്യകക്ഷികളും നിർത്തണമെന്നാണ്. അതും അംഗീകരിച്ചു എന്ന് കരുതണം. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത് അജയ്? നമുക്ക് ആ ഗ്രാഫിക് കാർഡിലൂടെ വളരെ കൃത്യമായി അതൊന്ന് കാണിക്കാം. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും, അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളുമുണ്ട്. ഇവ പല കാര്യങ്ങളും പരസ്പരം ഒരു കോൺട്രഡിക്ടറി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ തന്നെ നോക്കാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, അതുമാത്രമല്ല മേഖലയിലുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുക. ഇത് ഈ ഒരു രണ്ടാമത്തെ പോയിന്റിലൂടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഇറാൻ വ്യക്തമാക്കിയത്. ഇറാനെ
ആക്രമിക്കാൻ പാടില്ല, ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതുപോലെ ഭാവിയിലും ഇറാനിലേക്ക് ഒരു തരത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നവർ എടുത്തു പറയുന്നുണ്ട്. US-ന്റെ ഇറാന് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഇത് വർഷങ്ങളായി തന്നെ ഇറാൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലാണെങ്കിലും പാചകവാതകത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എല്ലാവിധ വസ്തുക്കളുടെ ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും US-ന്റെ വലിയ ഉപരോധം ഇറാന് മേൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കാരണം ഇന്ത്യ പോലും ഇറാനിൽ നിന്ന് മുൻപ് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിരുന്നത് പിന്നീട് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റാണ്. അത് മാത്രമല്ല US സൈന്യത്തെ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ളൊരു ആവശ്യം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഒരു വലിയ കോൺട്രഡിക്ഷനാണ് ഈ ചർച്ചകളിലുള്ള. അതായത് ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കുക, അതും യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം അമേരിക്കയുടെ ആവശ്യത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഈ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഈ ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രം പൂർണ്ണമായിട്ടും തുറക്കും. അതുപോലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളും നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടുള്ളത്, ഇറാൻ തന്നെയാണ് നിലവിൽ അത് നിയന്ത്രിച്ചു വരുന്നതും. അതുപോലെ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണുക, എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകുക, ഈ ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവസാനത്തെ വ്യവസ്ഥ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന അവസാനത്തെ വ്യവസ്ഥ അമേരിക്കയുടെ വ്യവസ്ഥയുമായി ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളതാണ്. അതായത് വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെയല്ല നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടാണ് ഈ വ്യവസ്ഥകളിലെ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇറാൻ ആദ്യം പറഞ്ഞത് വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷം വെടിനിർത്തലാകാമെന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയ്ക്ക് ഒരു നയതന്ത്ര വിജയം ഇതിൽ ലഭിച്ചിട്ടുള്ളത് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അമേരിക്കയുടെ വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. ഇതിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വ്യവസ്ഥ തന്നെ ഇറാൻ നിലവിൽ അംഗീകരിച്ചിട്ടുള്ള ഇറാന്റെ വ്യവസ്ഥകളിൽ നിന്നുള്ള കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക, ഇറാനിൽ ഉള്ള യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുക. ഏതാണ്ട് 400 പൗണ്ടിലധികം യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണം എന്നൊരു കാര്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം, ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും US പറയുന്നു. അതായത് ഇപ്പോഴെന്നല്ല ഭാവിയിലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഇനി അടുത്ത US-ന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ US-നെയും അവരുടെ മറ്റ് സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല. അതായത് പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. അതുപോലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കണം. അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പ്, ഹൂതികൾ തുടങ്ങിയിട്ടുള്ള സായുധ സംഘങ്ങൾക്ക് ഉള്ള ഒരു ധനസഹായങ്ങൾ, ആയുധ വിതരണം, ഇതെല്ലാം ഇറാൻ അവസാനിപ്പിക്കണം എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കരുത്, എന്നാൽ നിലവിൽ അത് ഇറാൻ നിയന്ത്രിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിലും ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക. മറ്റ് ഗൾഫ് നാടുകളിലും സംഘർഷം നടത്താൻ പാടില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കുക. നിലവിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ വർഷം ഉൾപ്പെടെ നടത്തുന്നുണ്ട്, അത് അവസാനിപ്പിക്കുക എന്നൊരാവശ്യം US മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ സമീപ രാഷ്ട്രങ്ങളുടെ ഒരു പരമാധികാരം അംഗീകരിക്കുക. പിന്നെ അടിയന്തരമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുക. ഇത് ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്ക പറഞ്ഞു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അമേരിക്ക പറഞ്ഞത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ട് ചർച്ചകൾ തുടങ്ങണമെന്നാണ്. നിലവിൽ അമേരിക്കയുടെ ഈ ആവശ്യം അംഗീകരിച്ചാണ് ഈ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ സാഹചര്യം ഏതായാലും അമേരിക്കയുടെ വ്യവസ്ഥകൾ 15 വ്യവസ്ഥകളായിരുന്നു നമുക്ക്, പക്ഷേ ഇറാന്റെ വ്യവസ്ഥകൾ 10 വ്യവസ്ഥകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തലിലേക്ക് അമേരിക്ക എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അത് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഭാവിയിലും ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി തന്നെ ഇറാൻ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു യുദ്ധം എന്നുള്ള ചോദ്യം നമുക്കിപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എന്ത് ലക്ഷ്യമാണ് അമേരിക്ക സാധിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോർമുസ് ഇറാൻ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിൽ അമേരിക്കയുടെ ആവശ്യം പൂർണ്ണമായി ഇല്ലാതായി. ഇറാൻ നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസ് തുറക്കുക എന്നത് മാത്രമായി അമേരിക്കയുടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഡിമാൻഡായി മാറുകയാണ്.
ഒപ്പം 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഈ 5000-ലധികം ആളുകളിൽ ഏതാണ്ട് 1500ഓളം സാധാരണക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും തൊടാനായില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആണവ സമ്പുഷ്ടീകരണത്തിൽ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. ഒപ്പം അമേരിക്കയ്ക്ക് തിരിച്ചടിയായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി. ഗൾഫിലെ ആ ഒരു ജീവിതക്രമത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ, അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന വിധത്തിലെ കാര്യങ്ങൾ മാറുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ, അമേരിക്കയുടെ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമായി ഇറാൻ നിറവേറ്റുകയും വലിയ പ്രഷർ അമേരിക്കയ്ക്കും ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഇസ്രായേലിനും മറ്റും ഉണ്ടാവുകയും ചെയ്തു. കാരണം ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരാണ്, ഞങ്ങളെ എന്തിനാക്രമിക്കുന്നു, അതെന്തുകൊണ്ട് അമേരിക്ക പ്രതിരോധിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ തടയുന്നില്ല എന്നുള്ള ചോദ്യം പലപ്പോഴും ട്രംപിന് നേരെ ഈ ഗൾഫ് രാജ്യങ്ങൾ, തങ്ങൾ അമേരിക്കയെ വിശ്വസിച്ചു എന്ന് പോലും പലപ്പോഴും ഈ നേതാക്കൾ അമേരിക്കയെ അറിയിച്ചു എന്നാണ് നമുക്ക് ഈ മാധ്യമങ്ങളോട് ലഭിക്കുന്ന വിവരങ്ങൾ. അത് വലിയ തോതിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് ട്രംപിനെ എത്തിച്ചത് ആ വിവരം തന്നെയാണ്. മറ്റൊന്ന്, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കമാണ്. സംശയമില്ല, ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ഏതാണ്ട് 60% നടക്കുന്ന ഹോർമുസിലൂടെയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഡിഫൻസിലായ പശ്ചാത്തലമുണ്ടായിരുന്നു. നിരവധി കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടും മറ്റും ട്രംപ് തുടർച്ചയായി അഭ്യർത്ഥിക്കുകയാണ് ഈ ഹോർമുസ് തുറക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന്. അവർ പൂർണ്ണമായും അമേരിക്കയെ തള്ളിപ്പറയുന്നു. തുടർന്ന് തെറി വിളിച്ചുകൊണ്ട് ട്രംപ് പ്രസ്താവനകൾ ഇറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ചില്ലറ സമ്മർദ്ദമല്ല ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വലിയ തോതിലുള്ള നിരവധി സമ്മർദ്ദങ്ങൾ ട്രംപിനെയും ഇസ്രായേലിനെയും ബാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വലിയ തോതിൽ ഇറാനെ അമേരിക്കയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയും മറ്റും ചെയ്യുകയും വലിയ തോതിൽ അത് യുദ്ധത്തിൽ നിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് അമേരിക്കയെ എത്തിക്കുകയുമായിരുന്നു. അജയ് നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫിലെ ആക്രമണം വലിയ തോതിൽ സഹായിച്ചു യുദ്ധം നിർത്തുന്നതിൽ. ഒപ്പം ഹോർമുസും അല്ലേ? $1 എന്ന് പറയുന്ന സംവിധാനം നിലനിന്ന് പോകുന്നത് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെയാണ്. അതായത് ഗൾഫ് നാടുകൾ ഈ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിന്റെ വിനിമയം നടത്തും. അതിന്റെ ഭാഗമായി ഗൾഫ് നാടുകളുടെ സുരക്ഷ അത് അമേരിക്ക ഉറപ്പാക്കും. ഇത് വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളും അതുപോലെ അമേരിക്കയുമായുള്ള ഒരു ധാരണയാണ്. ഈ ധാരണ തന്നെ ഈ ഒരു ഇറാനുമായിട്ടുള്ള ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും തെറ്റിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ പെട്രോൾ ഡോളർ വഴിയാണെങ്കിലും ഈ ക്രൂഡ് ഓയിലിന്റെ വിനിമയം അത് പൂർണ്ണമായിട്ട് ഹോർമുസ് കടലിടുക്ക് അടച്ചതിലൂടെ തടസ്സപ്പെട്ടു. അതുമാത്രമല്ല, ഗൾഫ് നാടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞതുമില്ല. ഈ ഒരു വിഷയത്തിൽ ബഹ്റൈൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കണം. അതുമാത്രമല്ല, ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് ഒരു സൈനിക സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് UN-ൽ ഒരു പ്രമേയം ബഹ്റൈൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ നിലവിൽ ഈ വെടിനിർത്തലൊക്കെ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ UN-ൽ ചർച്ചയായതാണ്. എന്നാൽ ചൈനയും റഷ്യയും ഒരേപോലെ ഇത് വീറ്റോ ചെയ്ത് ഈ ഒരു പ്രമേയം അത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യത്തിലും തീർച്ചയായിട്ടും US കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതായത് GCC രാജ്യങ്ങൾക്ക് സ്വന്തം നിലയിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനുമായില്ല. ഈ മേഖലയെ മൊത്തത്തിൽ ഒരു അശാന്തിയിലേക്ക് ട്രംപ് വലിച്ചിട്ടതായി എന്നുള്ളൊരു ആക്ഷേപം അത് ഗൾഫ് നാടുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ട്രംപ് ആദ്യം പലതവണ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ നോക്കി. അതായത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരുവിധ ചരക്ക് ഗതാഗതവും നടത്തുന്നില്ല. അതുകൊണ്ട് അതുവഴിയുള്ള ഗതാഗതത്തിന്റെ ഉത്തരവാദിത്തം അത് മേഖലയിലൂടെ ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾക്കാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതുമാത്രമല്ല, US ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരാണ്. സൗദി അറേബ്യയെക്കാളും റഷ്യയെക്കാളും ക്രൂഡ് ഓയിൽ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങണം. ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ സംഘർഷത്തിലേക്ക് വലിച്ചിട്ട് അവസാനം ഹോർമുസിന്റെ സുരക്ഷ അത് ഞങ്ങൾ ഉത്തരവാദിത്തം ഏൽക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ട്രംപിന്റെ ഈ നടപടിയെ നിശിതമായിട്ടാണ് പല ലോകരാജ്യങ്ങളും വിമർശിച്ചത്. ഇതിൽ നിന്ന് തന്നെ കടുത്ത സമ്മർദ്ദം GCC രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപ് തന്റെ നിലപാടിൽ നിന്ന് ഒരു U-ടേൺ എടുക്കുന്നത്. അതായത് പിന്നീട് ട്രംപ് പറയുന്നു ഹോർമുസ് ഉടൻ തുറക്കണം, ഇല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കും, നശിപ്പിക്കും, പൂർണ്ണമായിട്ട് ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണികൾ ഉയരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ വെടിനിർത്തൽ ഉൾപ്പെടെ സാധ്യമായത്. എന്തായാലും തീർച്ചയായിട്ടും ട്രംപിന് മേൽ കടുത്ത
കനത്ത സമ്മർദ്ദം തന്നെ ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ഇടം വലം തിരിയാനാകാതെ കടുത്ത പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ഇപ്പോഴിങ്ങനെ ഒരു വെടിനിർത്തൽ ഉൾപ്പെടെ സാധ്യമായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അജയ്, നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ചതാണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്. ഇസ്രായേലിന്റെ കാര്യമായ പ്രതികരണമൊന്നും ഈ സമയത്തൊന്നും ലഭ്യമായിരുന്നില്ല. കാരണം നമുക്കറിയാം അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്. അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്നതിലൊക്കെ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അവിടെ ഇറാനിൽ നടത്തിയ ആദ്യ ദിവസം നടത്തിയ ആക്രമണത്തിലും മറ്റും. പക്ഷേ ഇന്നിപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തി എന്ന് മാത്രമാണ്, ലെബനോനെ ആക്രമിക്കുമെന്നാണ്. അതിലൊരു അനിഷ്ടം പുറത്തു വരുന്നത് ട്രംപ് ഇസ്രായേലുമായി സംസാരിക്കാതെയാണോ ഈ ഒരു കരാറിലേക്ക് എത്തിയത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് ആ അനിഷ്ടം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഏത് തരത്തിൽ ഈ സമാധാന കരാറിനെ അല്ലെങ്കിൽ ഈ വെടിനിർത്തലിനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഏറ്റവും പ്രധാന കാര്യമായി മാറുന്നുണ്ട്. ലെബനോനെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുള്ളത്, ഇറാൻ്റെ ഈ 10 കരാറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ, ലെബനൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കരുത് എന്നുള്ള ഉറപ്പ് വേണമെന്നുള്ളത്. അത് തുടർന്നാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരാറുകൾ റദ്ദാകുമെന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്പോൾ പുറത്തു വരുന്ന ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഇസ്രായേൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് തന്നെയല്ലേ അജയ്? തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ പലപ്പോഴും ആരും അറിയാതെയാണ്. ഇപ്പോൾ ഇറാനുമായി ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക നീങ്ങിയ ആ ഒരു നീക്കം തന്നെ അത് പല US കോൺഗ്രസിലെ തന്നെ പല അംഗങ്ങളും അറിഞ്ഞിരുന്നില്ല എന്ന് ആദ്യം തന്നെ പുറത്തു വന്ന വിവരമാണ്. അതായത് ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള പല അംഗങ്ങളും ട്രംപിന്റെ ഈ തീരുമാനത്തിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇറാന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ട പല വ്യവസ്ഥകളോടും വിയോജിപ്പുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കരുത് എന്നുള്ള വ്യവസ്ഥ. ഇസ്രായേലിന്റെ ഇപ്പോൾ നിലവിലുള്ള ശത്രു ഇറാനേക്കാൾ കൂടുതൽ ഹിസ്ബുള്ളയാണെന്നുള്ള നിലയിലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. അതായത് ഇറാന് മേലുള്ള ആക്രമണങ്ങളുടെ തോത് അവർ ഒരു യുദ്ധത്തിന്റെ ഏതാണ്ട് ഒരു പകുതിക്ക് ശേഷം കുറച്ചിരുന്നു. അതിനുശേഷം അവർ കൂടുതൽ ഫോക്കസ് ചെലുത്തിയത് ലെബനനിലേക്കാണ്. ഇപ്പോൾ ലെബനൻ എന്ന് പറയുന്നത് നാളെയും ഇസ്രായേലിന് വലിയൊരു ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അവിടെയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് നാളെയും അവർക്ക് വലിയൊരു ഭീഷണിയായി വന്നേക്കാം. പ്രത്യേകിച്ച് ഗാസയുടെ കാര്യത്തിൽ, ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നാളെയും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകാം. മുൻപും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായി തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി തെക്കൻ ലെബനന്റെ പല മേഖലകളിലും ഇസ്രായേൽ പിടി മുറുക്കി അവിടെ പല മേഖലകളും ഇസ്രായേലിന്റെ ബഫർ സോണായി പ്രഖ്യാപിക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മിഷൻ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ നശിപ്പിക്കുക, ലെബനന്റെ പല പ്രദേശങ്ങളും നിയന്ത്രണത്തിലാക്കുക, ഇതിൽ ഏറെക്കുറെ ഇസ്രായേൽ വിജയിച്ചു. ഈ ഒരു മിഷൻ പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നിലവിൽ നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ നിലവിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ വെടിനിർത്തൽ അത് അംഗീകരിച്ച് ഇറാന് മേൽ ആക്രമണങ്ങൾ നടത്തില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം ലെബനനിലേക്ക് ആക്രമണങ്ങൾ തുടരും എന്നതാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത് പ്രസ്താവനയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക നിലവിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇറാനെ തങ്ങൾ ആക്രമിക്കില്ല, അതേസമയം ലെബനനിൽ ആക്രമണം തുടരും എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തങ്ങളുടെ 10 വ്യവസ്ഥകളുടെ ഒരു ലംഘനമാണ്. ഇതിൽ ഇറാന്റെ പ്രതികരണം എന്താകും എന്നുള്ളത് ഉൾപ്പെടെ ഒരു ആകാംക്ഷയാണ്. നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായിരുന്നു യുദ്ധത്തിന്റെ നാൾ വഴി എന്നുകൂടി നമുക്ക് ഒന്ന് നോക്കി പോകണം വളരെ പെട്ടെന്ന്. 2026 ഫെബ്രുവരി 28-നാണ്. അതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വളരെ കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാൻ്റെ യുദ്ധം നാൾ വഴി 2026 ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് US-ഉം ഇസ്രായേലും സംയുക്തമായി ഓപ്പറേഷൻ എപ്പിക് ക്യൂരിക്ക് തുടക്കമിടുന്നു. അയത്തുള്ള ഖമനേയി കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. മാർച്ച് 1-ന് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ്. ഹിസ്ബുള്ള യുദ്ധത്തിൽ പങ്കാളിയാകുന്നു. മാർച്ച് 8-ന് മൊജ്തബ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. മാർച്ച് 10-ന് ആക്രമണം തുടർന്നാൽ ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള ഇറാന്റെ വെല്ലുവിളി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാർച്ച് 13 ആയപ്പോൾ ഖാർഗ് ദ്വീപിൽ US ബോംബിട്ട് അത് വലിയ പ്രതിസന്ധി ഇറാൻ സൃഷ്ടിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ്. മാർച്ച് 16-നാകട്ടെ തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ അധിനിവേശം ഉണ്ടാവുകയാണ്. അന്നു മുതലാണ് ലെബനനിൽ വലിയ തോതിൽ ആക്രമണം ആരംഭിക്കുകയും മറ്റും ചെയ്തത്. മാർച്ച് 17-ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി സെക്രട്ടറി അലി ലാരിജാനി
രണ്ടാമത്തെ പ്രമുഖ നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മാർച്ച് 18-ന് US-ന്റെ F-35 വിമാനം തകർത്ത് വലിയ തിരിച്ചടി ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. മാർച്ച് 21 ആയപ്പോഴേക്കും 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണം എന്ന് അമേരിക്കയുടെ ട്രംപിന്റെ ആദ്യ മുന്നറിയിപ്പാണത്. പക്ഷെ അതും സാധിച്ചില്ല. മാർച്ച് 26-ന് ഏപ്രിൽ 7 വരെ ഈ സമയം നീട്ടി നൽകുകയാണ്. അത്രയും നാൾ ആക്രമണം തുടരും എന്ന് ട്രംപ് പറയുന്നു. ഏപ്രിൽ 5 ആവുമ്പോൾ താൽക്കാലിക വെടിനിർത്തലിന് US-ന്റെ നിർദ്ദേശം അത് ഇറാൻ പൂർണ്ണമായും തള്ളുകയാണ്. തങ്ങൾക്ക് ശാശ്വതമായ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നു. ഏപ്രിൽ 7 ആകട്ടെ ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ നാഗരികത മുഴുവൻ തകർക്കും, നശിപ്പിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിക്കുന്നു. ഇറാനെ തെറിവിളിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പക്ഷേ ഏപ്രിൽ 8 ആയപ്പോഴേക്കും ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ അത് സംഭവിക്കുന്നു. ഇന്നലെ ഈ ട്രംപിന്റെ ഇത്തരം അവകാശവാദങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തലിനൊക്കെ മുൻപ് ഒരു പ്രമേയം UN-ൽ വന്നിരുന്നു. UN സുരക്ഷാ കൗൺസിലിൽ ഹോർമുസ് തുറക്കുക എന്നുള്ള പ്രമേയമായിരുന്നു. റഷ്യയും ചൈനയും ആ പ്രമേയം വീറ്റോ ചെയ്തതിലൂടെ ആ പ്രമേയം റദ്ദാവുകയാണ് ചെയ്തത്. ബഹ്റിൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി 11 രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത്. പാകിസ്ഥാനും കൊളംബിയയും വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഈ ചർച്ചകൾക്കിടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ തകർക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിയുടെ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഇന്നലെയാണ് ഈ പ്രമേയം വന്നത്. ഈ വീറ്റോ ചെയ്തതോടുകൂടി പ്രമേയം പരാജയപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പക്ഷേ ഏറ്റവും അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയും പിന്നീട് ഹോർമുസ് തുറക്കും എന്ന് ഇറാൻ അംഗീകരിക്കുകയും മറ്റും ചെയ്ത്. അതിന് മുൻപ് ഇത്തരം ചില നീക്കങ്ങൾ കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമേരിക്കൻ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തക ഷെല്ലി കിറ്റിൽസൺ അവർ മോചിതയായി എന്ന ആശ്വാസകരമായ ഒരു വാർത്ത മാധ്യമ ലോകത്തിലുണ്ട്. അവർ കഴിഞ്ഞ 2.5 വർഷമായി ബാഗ്ദാദിൽ ഇറാന്റെ പിടിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ബാഗ്ദാദിൽ നിന്ന് ഇവരെ തട്ടിക്കൊണ്ടു പോവുകയും മറ്റും ചെയ്ത് ഇവർ ചൊവ്വാഴ്ച ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി വിട്ടയക്കപ്പെട്ടു എന്നാണ് വാർത്താ ഏജൻസി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എവിടെയാണ് ഇവർ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മാർച്ച് 31 മുതൽ ഇവർ തടവിലായിരുന്നു. ഇറാനിൽ നിന്ന് ഇവർ ഉടൻ തന്നെ രാജ്യം വിടണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 49 വയസ്സുകാരിയാണ് ഷെല്ലി കിറ്റിൽസൺ. ഇറാഖ് സുരക്ഷാ സേന പ്രതികളെ പിന്തുടർന്നിരുന്നതായി ഇറാഖ് സർക്കാർ വ്യക്തമാക്കി. പക്ഷേ ഇറാഖ് സർക്കാരിന് ഇതുമായി ബന്ധമില്ല എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ചില തീവ്രവാദ സംഘടനകളാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. റോം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷെല്ലി അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ്. ഇതിനിടെ ട്രംപിന്റെ മറ്റൊരു വെല്ലുവിളി കൂടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് ഇറാൻ വെടിവെച്ചിട്ട US യുദ്ധവിമാനത്തിലെ 2ാമത്തെ സൈനികൻ കാണാതായ വിവരം പുറത്തുവിട്ട മാധ്യമപ്രവർത്തകരെ ജയിലിലടയ്ക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത്. കാണാതായ സൈനികനെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട്. വിവരങ്ങളുടെ ഉറവിടം വെളിപ്പെടുത്തിയില്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിനെയും സഹപൈലറ്റിനെയൊക്കെ US സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിൽ 2ാമത്തെ സൈനികന്റെ രക്ഷാദൗത്യം അതീവ രഹസ്യമായാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ആരോപണം. പക്ഷേ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണെന്നും മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്നും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ട്രംപ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.